ഹലോ ഗായ്സ്, തൊഴിലായി ടാക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ട് തിരക്കായിരുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കോഴിക്കൂടൊക്കെ വാങ്ങിച്ചു, റെഡിമെയ്ഡ് കോഴിക്കൂട് വാങ്ങിച്ചു. അപ്പോൾ ഒരു 10 കോഴി ഫ്രീ ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ. നാടൻ കോഴിയാണ്. അപ്പോൾ ഓഫറായിട്ട് 10 കോഴി ഫ്രീ നമുക്ക് വീട്ടിലൂടെ കൊടുന്നു തരും. കുഴപ്പമില്ല, നല്ല കൂടാണ്. ഇപ്പോൾ 2 കള്ളിയായിട്ട് ഒന്നിൽ 5 ഒന്നിൽ 5 10. അതിലൊരു കോഴി ചത്തു. ഇപ്പോൾ 9 ഉണ്ട്. വിറ്റാമിൻസിൻ്റെ മരുന്നെല്ലാം കൊടുക്കുന്നുണ്ട്, പിന്നെ കോഴിത്തീറ്റയും കൊടുക്കുന്നുണ്ട്. ഉഷാറായിട്ട് വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ 2-3 ദിവസം അഴിച്ചു വിട്ടു. ഞാനും ഭാര്യയും വളരെ കഷ്ടപ്പെട്ട്. ഓടി പോകണമെന്നില്ല, പക്ഷെ നമുക്ക് പിടുത്തം തരുന്നില്ല. അങ്ങനെ പിടിച്ചിടാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട്. ഇപ്പോൾ 2 ദിവസമായിട്ട് തുറന്നിടാറില്ല. ഇപ്പോൾ എന്നാലും കുഴപ്പമില്ല, പോകുന്നുണ്ട്. മുട്ടൊന്നും ആയിട്ടില്ല. 3 മാസമായി എന്നാണ് അവർ പറഞ്ഞത്. 6 മാസമായി കഴിഞ്ഞാൽ മുട്ട ഇടും. പിന്നെ 1 വർഷം വരെ നിർത്താതെ മുട്ട ഇടും എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളത് വിശ്വസിച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ കണ്ടറിയണം, മുട്ട ഇടുമോ ഇടില്ലെന്നൊക്കെ ഞാൻ അതിന് ശേഷം അറിയുള്ളൂ. എന്തായാലും കോഴിക്കൂടി ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടാണ് നേരം വൈകിയത് വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളെ മുസ്ലിംസ് എല്ലാവരും എടുക്കുന്ന നോമ്പ്, ജാതിഭേദമന്യേ എല്ലാവരും എടുക്കുന്ന ഒരു ഇതാണ് റംസാൻ. പലവരും നമ്മളറിവിൽ തന്നെ പലവരും നോമ്പ് എടുക്കുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ മൊത്തത്തിൽ നമ്മളെ ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണത് ഈ നോമ്പ്. 12 മണിക്കൂർ നമ്മൾ ഉപവസിക്കുക. 12 മണിക്ക് ശേഷം ഇപ്പോൾ ഞങ്ങൾക്ക് മഗ്‌രിബ് ബാങ്കെന്ന് പറയും. അതിന് ശേഷം നോമ്പ് തുറക്കണം. എല്ലാവരും പറയും വാരിൽച്ച കയറ്റുന്ന പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊന്നും അധികം കഴിക്കാൻ പറ്റില്ല. ഇത് വെള്ളം, ഇപ്പോൾ ചൂട് സമയമല്ലേ, വെള്ളം ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശമായി. പിന്നെ എന്തെങ്കിലും ചെറുകടികളൊക്കെ ഉണ്ടാകും, പൊരിച്ചത്, ഫ്രൂട്ട്സൊക്കെ ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും പിന്നെ എൻ്റെ മൂത്ത കുട്ടിയുണ്ട്, പേരക്കുട്ടി, അവനിപ്പോഴുണ്ട്. അപ്പോൾ ഞങ്ങളുള്ളോ. അപ്പോൾ ഞങ്ങൾ 2 പേരും പള്ളിയിൽ പോവും. എന്നിട്ട് പിന്നെ വന്നിട്ടൊരു 10 മണി 10:30 മണിക്കാണ് ഭക്ഷണം കഴിക്കുക. പിന്നൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അത്തായെന്ന് പറയും. അതിനൊരു 4 മണിക്ക് എഴുന്നേൽക്കും. അതിന് ശേഷം എന്തെങ്കിലും കാപ്പിയോ എന്തെങ്കിലും ബിസ്ക്കറ്റോ റസ്കോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിച്ചിട്ടാണ് കിടക്കാറ്. ഹെവി ഫുഡൊന്നും കഴിക്കാറില്ല. അതാണ് അവസ്ഥ. നല്ല ചൂടുണ്ടല്ലോ, അപ്പോൾ ഭക്ഷണമൊന്നും അധികം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാം. നമ്മൾ നോമ്പ് തുറക്കുന്നൊരു ചെറിയൊരു നോമ്പ് തുറ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസ് തന്നെ അയക്കുന്നത്. നോമ്പ് തുറ ഞങ്ങൾ ഇരിക്കുന്നതൊന്നുമില്ല, ഐറ്റംസ് മാത്രം ഒന്ന് വീഡിയോ ചെയ്തിട്ട് വിടുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ അത് കൂടുതലായിട്ടുള്ളൊരു ഇതിൽ വീഡിയോ ഇടാൻ നമ്മളിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫോളോവേഴ്സ് എല്ലാം കുറവാണ്. കുഴപ്പമില്ല, നമ്മൾ അതിന് വേണ്ടിയിട്ടല്ല, നമ്മളൊരു ബിസിനസ് വേണ്ടിയിട്ടല്ല, നമുക്കൊന്നും അറിയപ്പെടാമല്ലോ എല്ലാവരെയും. ഇങ്ങനെയൊക്കെയല്ല സോഷ്യൽ മീഡിയയിൽ വലിയ ആൾക്കാരെ കൂടുതലായിട്ട് അറിയാം. അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ്. പിന്നെ ചിലർ വ്യൂസൊക്കെ ഇടുന്നുണ്ട്, ബോക്സിലൊക്കെ വരുന്നുണ്ട്, ലൈക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും പരിചയപ്പെടാം, അറിയാം, അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാം വിചാരിച്ചിട്ടാണ്. പിന്നെ ചെറിയ കൃഷികൾ, സ്ഥലമൊന്നുമില്ല, ആകെ 7 8 സെൻറ്റ് സ്ഥലമുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ ആ ഒരു പരിധിക്കനുസരിച്ചിട്ട് പലതും സാധനങ്ങളൊക്കെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അവക്കാതറന്മാരുണ്ട്, ഞാരന്മാരുണ്ട്. ഞാരങ്ങൊക്കെ കഴിച്ചു. വലിയൊരു ഞാരങ്ങ ഫസ്റ്റ് കഴിച്ച്, പിന്നെ ഒരു 10-12 വീറ് കഴിച്ചിട്ടുണ്ട്. 1.5 വർഷം പറഞ്ഞ് 1 വർഷാകുമ്പത്തിന് തന്നെ കഴിച്ചു സാധനം. പിന്നെ റംബൂട്ടാൻ്റെ 2 തൈകൾ വെച്ചിട്ടുണ്ട്, തെങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട്, 2 കിഴങ്ങ് വെച്ചിട്ടുണ്ട്. ഒക്കെ ഈ പരിധിക്കുള്ളിലുണ്ട്. പിന്നെ കുരുമുളകിൻ്റെ ഒരു വീഡിയോസ് ഞാൻ വിട്ടിരുന്നത്, അത് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെ കുരുമുളക്. അത് എല്ലാവരും പറഞ്ഞ് വിൽക്കാൻ പറയാം, നല്ല പൈസ എന്ന് പറഞ്ഞാൽ വിറ്റൊന്നുമില്ല. നമ്മുടെ കുടുംബത്തിലും അയൽവാസികൾക്കും ഒക്കെ കൊടുത്ത്. അതിൽ നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. പൈസ ഇപ്പോൾ ചിലപ്പോൾ 3000 4000 അല്ലെങ്കിൽ 5000 കിട്ടും അത് കൊടുത്തു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഒരു ഡിസാൻഡിസിൻ്റെ അത് തീരും. ചിലർക്ക് കൊടുത്താൽ അവരെ സംതൃപ്തി, അവരെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്ത് വേറെ സുഖമാണ്. നിങ്ങൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥിക്കുക, ഞങ്ങളും പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതലൊരു പ്രതിഫലം കിട്ടുന്നൊരു ഇതാണ് മുസ്ലിംസിൻ്റെ വിശ്വാസം. ദൈവം ഞങ്ങളുടെ ഗ്രന്ഥമായ ഖുർആനിൽ കൂടെ പറഞ്ഞിട്ടുള്ളതാണ്. ഒരു പിഴവ് നമ്മളിൽ നിന്ന് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനൊരു ശിക്ഷ മാത്രമുള്ള തെറ്റിന്. പക്ഷെ അത് പ്രവൃത്തി നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രതിഫലം ഉണ്ട്. അപ്പോൾ റമദാൻ മാസം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ഖുർആൻ ഇറങ്ങിയതും അതുപോലെ തന്നെ നമസ്കാരമൊക്കെ ഇറക്കി മുഹമ്മദ് നബിയിൽ കൂടിയാണ് ഞങ്ങൾക്ക് അതെല്ലാം കിട്ടിയത്. ദൈവം അല്ലാഹു. അപ്പോൾ അവനക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഈ മാസത്തിന്. അതെല്ലാവർക്കും അറിയുന്നതാണ്. എന്നാലും എൻ്റെ ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുന്നത് ആ നോമ്പിൻ്റെ ഒരു വിഭവങ്ങൾ ഇട്ടത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി കുറിച്ച് പറഞ്ഞത് കേട്ടോ. അതിനേക്കാളൊക്കെ നന്നായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാനും നിങ്ങളെ പോലത്തെ ഒരാളാണെന്ന് കരുതിയാൽ മതി. ഞാൻ നിങ്ങളൊപ്പം വരട്ടെ. പുതിയ ഒരു ചാനലും ഇതൊക്കെ അല്ലേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളിഷ്ടം എന്നാലും നമുക്ക് ആ പറയാനുള്ള നമ്മളെ അഭിപ്രായം പറഞ്ഞ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലത് പറ്റുന്നുള്ള പ്രാർത്ഥനയോടെ തൽക്കാലം വീഡിയോ ഒന്ന് വിടാം. ഓക്കെ, വീണ്ടും കാണാം. ബായ്.